പറയങ്ങളെ. ശേഖരന് UAE ബിഗ് ടിക്കറ്റ് അടിച്ചെന്നും പറഞ്ഞ് 2 പേരെ സുശീലയുടെ അടുത്തേക്ക് വിടുന്നു. അവരത് സുശീലയെ പറഞ്ഞ് കൺവിൻസ് ചെയ്തു. അങ്ങനെ 2 പേര് അമ്മയുടെ മുന്നിലെത്തുകയും ശേഖരൻ എന്ന പ്രവാസി 20 കോടി രൂപയ്ക്ക് അർഹനാണെന്ന് അവരമ്മയെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്തു. എവിടെ നിന്നോ 2 പേര് വന്ന് ഒരാൾ 20 കോടിയുടെ അവകാശിയാണെന്നൊക്കെ പറഞ്ഞ നമ്മുടെ അമ്മ അത്രയ്ക്ക് പെട്ടെന്ന് വിശ്വസിക്കാനോ? അമ്മ മാത്രമല്ല ഇന്ദ്രേട്ട, അമ്മയുടെ മകളും വിശ്വസിച്ചെന്നാ ദാസങ്ങൾ എന്നോട് പറഞ്ഞത്. അതിനുശേഷം അമ്മ ബാക്കി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളതേ ഹർഷയായിട്ട് ആലോചിച്ചിട്ടായിരിക്കണം. എന്നുവെച്ചാ അമ്മ ഇവിടേക്ക് വന്നതും വീട്ടിൽ അദ്ദേഹത്തിന് സൗകര്യം ചെയ്തു കൊടുത്തുമൊക്കെ. അതെ, ഓണം കഴിഞ്ഞ ഉടനെ ബിഗ് ടിക്കറ്റുകാര് വീണ്ടും അവിടെ വരും. ആ സമയത്ത് സമ്മാനാർഹനായ പ്രവാസിയെ കൂടെ അവരുടെ മുന്നിൽ എത്തിക്കണം. ഇനി അതിനുള്ള ശ്രമങ്ങളായിരിക്കും നടക്കാൻ പോകുന്നത്. എന്നുവെച്ചാ ആ മനുഷ്യനെ ഒരു കാരണവശാലും അമ്മ ഇനി ആ വീട്ടിൽ നിന്ന് പോകാൻ അനുവദിക്കില്ല. അതെ, ആ 20 കോടി കയ്യിൽ കിട്ടുന്നവരെ അമ്മയ്ക്ക് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വെച്ചല്ലേ പറ്റൂ. അതുവരെ എന്തായാലും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവിടെ കഴിയാം. ഇന്ദ്രേട്ടാ, എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? ബുദ്ധിയൊക്കെ കൊള്ളാം. ഇതിന്റെ പിന്നിൽ നീയാണെന്ന് അമ്മ അറിഞ്ഞാലേ ഉള്ളൂ പ്രശ്നം. അതൊന്നും ഒരിക്കലും അറിയാൻ പോകുന്നില്ല ഇന്ദ്രേട്ടാ. ഓണം കഴിയുന്നവരെ മാത്രമേ നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകൂ. അത് കഴിഞ്ഞാ ഇന്ദ്രേട്ടൻ ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടാക്കിയാൽ മതി. അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ അറിയോ? അയ്യോ, ആ പാവത്തിന് ഇതൊന്നും അറിയില്ല. പിന്നെ ഇപ്പൊ ഇത് അറിയുന്നവര് ഞാനും ദാസങ്ങളും ഇപ്പൊ ഇന്ദ്രേട്ടനും മാത്ര. ഓണം കഴിഞ്ഞാലും അമ്മ മനുഷ്യനെ പറഞ്ഞുവിടാൻ കൂട്ടാക്കില്ലല്ലോ. അല്ല, ബിഗ് ടിക്കറ്റുകാര് വളരെ ബുദ്ധിപൂർവം ഈ ചിത്രത്തിൽ നിന്ന് പിന്മാറും. പിന്നെ അവരെക്കുറിച്ച് ഒരു വിവരം ആർക്കും കിട്ടില്ല. അതോടെ അമ്മ മണ്ടത്തരം മനസ്സിലാക്കി അദ്ദേഹത്തെ കൈയൊഴിയും ചെയ്യും. എന്തോ അവിടെ എത്തുമ്പോ കാര്യങ്ങൾ നീ വിചാരിച്ച പോലെ ആവണമെന്നില്ലെന്നോ. അക്കാര്യത്തിൽ എനിക്ക് നല്ല ടെൻഷനുണ്ട്. എങ്ങനെയെങ്കിലും നിനക്കതിൽ പങ്കുണ്ടെന്ന് അമ്മ അറിഞ്ഞാൽ? അങ്ങനെയൊന്നും ഇല്ല ഇന്ദ്രേട്ടാ, വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിക്കല്ലേ. എന്റെ കൂടെ നിൽക്കാൻ ഇന്ദ്രേട്ടനല്ലേ ഉള്ളൂ. പിന്നെ നമ്മുടെ ദാസങ്ങളും. പിന്നെ നമ്മളല്ലാതെ ഇത് വേറെ ആരും അറിയാൻ പാടില്ല. അല്ല, ഞാനിത് ഇന്ദ്രേട്ടനോട് നേരത്തെ പറയാതിരുന്നത് ഇന്ദ്രേട്ടനിത് വിലക്കെങ്കിലും എന്ന് കരുതിയാ. പിന്നെ അച്ഛനെ ഇതൊന്നും അറിയിക്കരുതെന്നും ഇന്ദ്രേട്ടനെ എത്രയും പെട്ടെന്ന് അറിയിക്കണമെന്നും ദാസങ്ങളാ എന്നോട് പറഞ്ഞത്. അല്ല ഇന്ദ്രേട്ട, ഇനി എന്റെ കൂടെ ഉണ്ടാവണം. ഉണ്ടാവില്ലേ? എനിക്ക് നിന്റെ കൂടെ നിൽക്കാതിരിക്കാൻ പറ്റുമല്ലോ. എന്തായാലും ഇത്രത്തോളം ആയില്ലേ. ഇനി നമുക്ക് വരുന്നൊക്കെ ഒരുമിച്ച് നേരിടാം. മതി, എനിക്ക് ഇത് കേട്ടാ മതി. ഇന്ദ്രേട്ടന്റെ അച്ഛൻ സമാധാനത്തോടെ അവിടെ ജീവിക്കുന്ന കാണാൻ ഞാനും ഉടനെ വരുന്നുണ്ട്. അവിടുത്തെ സ്ഥിതി നോക്കിയിട്ട് ഇന്ദ്രേട്ടൻ എന്നെ വിളിച്ചാ മതി. ശരി, എന്നാ ഞാൻ പോട്ടെ. ഞാൻ വിളിക്കാം. ശരി. ശരി. അമ്മ ഇവിടുത്തെ നിയമമൊക്കെ മാറ്റിയത് കാരണം നീ ആയിരിക്കും ഇവിടെ ഏറ്റവും ബുദ്ധിമുട്ടാൻ പോകുന്നത്.
ദേ എനിക്കിതുപോലെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാനേ പറ്റൂ. അത് സാരമില്ല സോനെ. നിനക്ക് ശ്യാമമോളുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? രാവിലെ നിനക്ക് ക്ലാസ്സിനും പോവണ്ടേ? ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്തോളാം. അതൊക്കെ നീ ഇപ്പൊ പറയും. ഏട്ടത്തിൽ പോയപ്പോ ഞാൻ കൊറേ അനുഭവിച്ചതാ. അവസാനം ഞാൻ നിർബന്ധിച്ചിട്ടാ അങ്ങേരെ കൊണ്ട് അമ്മ പാചകം ചെയ്യിപ്പിച്ചത്.